അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്ന് ഇവിടെ കാണിച്ചു തരാൻ പോണത് ഇടിയപ്പം, പത്തിരി, നെയ്പത്തിരി, ഇങ്ങനെ 3 ഐറ്റംസും കൂടി എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒറ്റ മാവ് വാട്ടിയെടുത്തുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അതിൽ ഈ ക്ലാസ്സിന് ഞാൻ 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ 2 ഗ്ലാസ് പൊടിക്ക് ഈ ക്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് നല്ല കട്ട പിടിക്കാതെ ഇളക്കി പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് നമ്മൾ തീ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് നല്ല ഇളക്കിയിട്ട് നല്ല അടി പിടിക്കാതെ ഇളക്കി വേവിച്ചെടുക്കണം. പത്തിരിക്ക് പൊടി വാട്ടിയിട്ട് എല്ലാവർക്കും ശരിയാവണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വാട്ടിക്കഴിഞ്ഞാൽ നല്ല വെന്തും കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും കിട്ടും. ഇത് ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണം. ചില പൊടിക്ക് വെള്ളം കുറക്കേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ ഈ പൊടിക്ക് 1.5 കപ്പ്, ഒരു കപ്പിന് 1.5 കപ്പ് വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. ചിലതിന് വെള്ളം കുറക്കണമെങ്കിൽ 1.25 എടുക്കേണ്ടി വരും. ഓരോ പൊടിക്കനുസരിച്ചാണ് വെള്ളം വേണ്ടത്. ഈ പൊടി വെന്ത് വരുമ്പോൾ ഇതിന് കളറ് ഒന്ന് മാറി വരുന്നത് കാണാം. അതിപ്പോൾ നല്ല വെന്ത് വരുന്നുണ്ട്. ഇത് ഞാൻ പാക്കറ്റ് പൊടി വാങ്ങിയതാണ്. ഇതിന് 1 ഗ്ലാസ്സിന് 1.5 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ വാട്ടിയെടുക്കുന്നതുകൊണ്ട് പിന്നെ വല്ലാണ്ട് നമ്മൾ നല്ല ഇങ്ങനെ കുഴക്കേണ്ട ആവശ്യമില്ല. അത് ഉരുട്ടിയിട്ട് തന്നെ പത്തിരി ചുടാം. നല്ല സോഫ്റ്റുള്ള പത്തിരി, ഇടിയപ്പവും എല്ലാം ആയി കിട്ടും. ഇതുകൊണ്ട് 3 ഉണ്ടാക്കുക. അതിന് 3 ആക്കി ഭാഗിക്കുക. പുട്ടിനും ഇടിയപ്പത്തിനും പത്തിരിക്കും കൂടി. ഇത് നെയ്പത്തിരി ഉണ്ടാക്കാൻ അതിലേക്ക് കുറച്ച് പൊടി ഉള്ളതുകൊണ്ട് ചെറിയ സ്പൂണിന് 2 സ്പൂൺ നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി, നല്ല ജീരകം, ചെറിയ ജീരകം, കുറച്ച് തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നല്ല ജീരകം, ഉള്ളിയും തേങ്ങയും, ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇനി വേണ്ടവർക്ക് ഒരു കറിയൊന്നും ഇല്ലാതെ തിന്നാണെങ്കിൽ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്താൽ ഒരു കട്ടൻ ചായക്കൊക്കെ കറിയില്ലാതെ തന്നെ തിന്നാൻ കഴിയും. നല്ല രസമായിരിക്കും കേട്ടോ. നല്ല തിന്നാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് ഞാനിത് പൊരിച്ചെടുക്കണില്ല. പൊരിച്ചെടുത്ത് നല്ല എണ്ണ ആവണതുകൊണ്ട് ഇതുതന്നെ എണ്ണ തേച്ച് ചുട്ടെടുക്കണുള്ളൂ. പൊരിച്ചെടുക്കേണ്ടവർക്ക് പൊരിച്ചെടുക്കാം. തേങ്ങ ഇട്ടപ്പോൾ ഒരു ജ്യൂസ് ഉണ്ട്. അപ്പോൾ 1 സ്പൂണും കൂടി ഞാൻ പുട്ടുപൊടി ചേർത്തിട്ടുണ്ട്. പൊരിച്ചെടുക്കണവർക്കാണെങ്കിൽ വല്ലാണ്ട് ലൂസാകരുത്, എണ്ണ കുടിക്കും. ഇത് കുറച്ച് നേരം ഈ പുട്ടുപൊടിയും കൂടി ചൂടുള്ള മാവിലിരുന്നിട്ട് ഒന്ന് സെറ്റാവും. ഈ ബാക്കിയുള്ള അതിൽ നിന്ന് 7 ഓയിലിലേക്ക് പകുതി ഈ ചൂട് തന്നെ ഇട്ടെടുക്കാം. ഇതിൻ്റെ മുകളിലൊരു തട്ട് വെക്കുക. മുകൾക്ക് മാവ് പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പത്തിരിക്കത് കുഴച്ചെടുക്കൊന്നും വേണ്ടിട്ട് ഞാൻ ഉരുട്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. ഓരോ പത്തിരിക്ക് ആവശ്യമുള്ളത് കുറച്ച് നേരം ചൂട് പോകാനൊക്കെ വെക്കുക. സമയമുള്ളവർക്ക് നമുക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ വേഗത്തിൽ 3 ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എൻ്റേത് പഴയ പ്രസ്സാണ്. അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ കിട്ടുകയാണെങ്കിൽ എളുപ്പം നല്ല നൈസായിട്ട് കിട്ടുകയും ചെയ്യും, ഒട്ടിപ്പിടിക്കാതെ. അപ്പോൾ ഇതിൽ ഞാൻ പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെക്കുന്നുണ്ട്. ഫോയിൽ അടങ്ങിയതാണ്. പൊടീൻ്റെ കവറ് പൊട്ടിച്ചതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ തൂക്കി കൊടുത്തുകൊണ്ട് പ്രസ് ചെയ്താൽ മതി. ഇനി എളുപ്പത്തിൽ എല്ലാവർക്കും പത്തിരി ഉണ്ടാക്കാം. പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് മടിയുള്ളവർക്കൊക്കെ ഇപ്പോൾ എളുപ്പ പണിയാണിത്. അത് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ മാവിലൊന്ന് ഇതിലൊന്ന് ഇടുക. അതേപോലെ ഇനിയുള്ളതൊക്കെ ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. കണ്ടോ, കട്ടിയില്ലാത്ത പത്തിരി ആയിട്ടുണ്ട്. ഇതിലേക്കൊന്ന് മാറ്റി വെക്കത്. എന്നിട്ട് ഇത് അതിലേക്കിടാം. നല്ല കട്ടിയില്ലാതെ കൊണ്ട് പത്തിരി പരത്തുക എന്ന് പറഞ്ഞൊരു മടിയായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ല എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ ഉണ്ടാക്കൽ. അത് ചുടുമ്പോൾ ഒന്ന് തട്ടിക്കൊട്ടി കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാതും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. പെട്ടെന്നായി കിട്ടും. ഇത് സൂപ്പർ പത്തിരിയാവും ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് ബാക്കിയുണ്ടെങ്കിൽ നാളെ വരെ പത്തിരി സോഫ്റ്റായിട്ടിരിക്കും. നമ്മൾ എത്ര പരത്തിയാലും പിറ്റേ ദിവസത്തേക്ക് ഉരം വരും. ഇത് ഒരു ഭാഗം മാത്രം ഇങ്ങനെ പൊടി വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇനി വരുന്നത്
ആ പൊടിയുള്ള ഭാഗം വെച്ചാൽ മതി. അപ്പോൾ രണ്ട് ഭാഗത്തും കൂടി പൊടിയാക്കേണ്ട ആവശ്യമില്ല. ഇനി നെയ്പത്തിരിക്ക് നമ്മളെ കുഴച്ച് വെച്ച മാവ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പത്തിരിയാക്കി എടുക്കാം. വല്ലാതെ കട്ടി കുറയരുത്, കുറച്ച് കട്ടിയിൽ ആവണം. ചുടുമ്പോൾ കുറച്ചും കൂടി കട്ടിയാൽ നല്ലത്. ഞാനത് പിന്നെ പൊരിച്ചെടുക്കണില്ല കേട്ടോ, ചുട്ടെടുക്കുകയാണ്. ഒരു ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. പത്തിരിനേക്കാളും കട്ടി വേണം. കുറച്ച് കട്ടി കുറഞ്ഞു പോയിട്ടുണ്ടത്. ഒന്നിച്ച് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നല്ല ഭംഗി കിട്ടും. എന്തെങ്കിലും ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിത് എല്ലാതൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തി നമ്മൾ പത്തിരിക്കുള്ളത് അവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇതും കൂടി ആയാൽ രണ്ടും കൂടി ചൂടാ. പിന്നെ ഇടിയപ്പത്തിൻ്റെതാണ് വീച്ചെടുക്കാനുള്ളത്. ഇപ്പം നെയ്പത്തിരിക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇടിയപ്പം ഞാൻ ഇങ്ങനെയുള്ള മുളൻ്റെ ഒരു സാധനമാണ് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. ഇത് ഇവിടെ ഒന്നും കിട്ടാനില്ല കേട്ടോ. ഞാൻ പാലക്കാട്ടിൽ നിന്ന് ഒഴിച്ച ഇതാണ്. ഇതിൻ്റെ താത്താൻ്റെ മോള് പാലക്കാട്ടിൽ നിന്ന് കൊടുന്ന് തന്നതാണ്. അവിടെ ഇത് കാണുള്ളൂ. ഞങ്ങളവിടെ ഒന്നുമില്ല. ഇത് കുറേ പഴക്കമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആകുമ്പോൾ വെട്ടിയെടുക്കാതെ എളുപ്പത്തിൽ ഇങ്ങനെ പീച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല കട്ടി കുറച്ച് പീച്ചെടുക്കാൻ പറ്റും. ഇത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് പീച്ചെടുക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ ഇങ്ങനെ മാവ് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, എളുപ്പത്തിലായി കിട്ടും. ഇത് മൂന്നും കൂടി ഒരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് എളുപ്പമാണ്. 3 പ്ലേറ്റിലേക്ക് 3 ഐറ്റംസ് ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ, ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമായിട്ട് 3 ഇതും വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പം നല്ല കട്ടി കുറഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ഇടിയപ്പമായി കിട്ടും. അപ്പോൾ കറണ്ട് പോണതുകൊണ്ട് വെളിച്ചത്തിലൊരു കുറവുണ്ടാവും കേട്ടോ. പിന്നെ ഇത് കത്തിച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ സ്റ്റീമറിലാണ് ഞാൻ അത് വെക്കുന്നത്. ഇടിയപ്പം ഓരോന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ ഇനി ഇതിപ്പോൾ തട്ടിയാലും അതിമ പിടിക്കൂല. ഈ മുളൻ്റെതായതുകൊണ്ട് അതിമ പിടിക്കൂല. ഇനിയിപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സ്റ്റീലിൻ്റെതോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ പീച്ച് കൊടുക്കാം, മുട്ടി വെക്കാം. ഇനി ഇത് കത്തിച്ചിട്ട് നമുക്ക് നെയ്പത്തിരി ചൂടാം. അതവിടെ വേകുമ്പോഴത്തേനും നെയ്പത്തിരി ചൂടാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്പത്തിരി ചുട്ടെടുക്കാം. വലിയ ചട്ടി എടുത്തോണ്ട് വേഗം ആയി കിട്ടും. ഇത് പൊരിച്ചെടുക്കേണ്ടവർക്ക് പൊരിച്ചെടുക്കുകയും ചെയ്യട്ടോ. ഞാൻ അധികം എണ്ണ വേണ്ട വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ്. ഇത് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഒറ്റ പൊള്ളനായിട്ട് പൊന്തി വരും. പൊന്തി വരുന്നുണ്ടല്ലോ, ഇതേപോലെ നല്ലോണം പൊന്തി വരും പൊരിച്ചെടുക്കുകയാണെങ്കിൽ. ഞാനിതിങ്ങനെ ഓരോന്നെടുത്തിട്ട് കുറേശ്ശെ നെയ്യ് ഇങ്ങനെ കൂശിയിട്ട് വെക്കലാണ്. പൊരിച്ചെടുക്കാത്തതുകൊണ്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ അതിൽ തേച്ച് കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നെയ്യ് വേണ്ടാത്തവർക്ക് ചെയ്യണമെന്നില്ല കേട്ടോ. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കൊടുത്താൽ ഇല്ലേ പൊള്ളനായിട്ട് വന്നിട്ടുണ്ട്. കുറേശ്ശെ നെയ്യൊന്ന് തൂക്കി കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് അങ്ങനെ ഇടാം. 2 പ്രാവശ്യം ഇടാനേ ഉള്ളൂ. ഇനി നെയ്പത്തിരി ചുട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ചെറിയ പത്തിരി ആയതുകൊണ്ട് 2 എണ്ണമൊക്കെ ഇട്ടിട്ട്, വലിയ ചട്ടിയാണെങ്കിൽ 3 എണ്ണമൊക്കെ ഇട്ട് എളുപ്പത്തിൽ ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ. അപ്പം നമ്മൾ ഇടിയപ്പം ഇവിടെ ശരിയായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. പത്തിരി ഇതിവിടെ കണ്ടില്ലേ ഒറ്റ പൊള്ളനായിട്ട് വരുന്നത്. നല്ലൊരു ഒറ്റ പൊള്ളനായിട്ട് വരുന്നത്.
നല്ല സോഫ്റ്റുള്ള പത്തിരി ആയിരിക്കും കേട്ടോ. ഇനി എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കാൻ ഇങ്ങനെ എല്ലാതൊന്ന് ഞാൻ ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയ പത്തിരിയും ഇതും എല്ലാം ആയി. പിന്നെ ഇടിയപ്പത്തിന് ഇവിടെ നൂൽപുട്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ മാവ് എടുത്തപ്പോൾ പുട്ട് എന്നായി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ തിരുത്തണം. പിന്നെ അതേപോലെ ഇതിന് മാവ് 3നും കൂടി നമ്മളൊരു മാവാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നെയ്പത്തിരിക്ക് ഒന്ന് ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിപ്പോൾ അതിൽ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് 2-3 സ്പൂണ് പുട്ടുപൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ നെയ്പത്തിരി ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 1 കപ്പിന് 1/2 കപ്പ് പുട്ടുപൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പൊരിച്ചെടുക്കുമ്പോൾ നല്ല പൊന്തി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ചെയ്യും. അങ്ങനെ എടുക്കണം. ഞാനത് കുറച്ച് പൊടി എടുത്തിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് 3 സ്പൂണ് പുട്ടുപൊടി ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് എടുക്കുമ്പോൾ അതേപോലെ പകുതി പുട്ടുപൊടി പകുതി അരിപ്പൊടി ആക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല സൂപ്പറായി കിട്ടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതൊരു 10-15 മിനിറ്റ് കൊണ്ട് ആയി. നെയ്പത്തിരി ഇത് ചുട്ടെടുത്തിട്ട് ഞാൻ കുറേശ്ശെ നെയ്യും തടവിയതാട്ടാ പൂശി കൊടുത്തതാണ്. നെയ്പത്തിരി എന്ന് പറയുമ്പോൾ പിന്നെ നെയ്യ് വേണമല്ലോ. കുറച്ച് എണ്ണയിൽ ഇതാക്കിയിട്ട് പൊരിക്കേണ്ടവർക്ക് പിന്നെ എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുക. പത്തിരി ഇത് നാളെ വരെ ഇതേ സോഫ്റ്റായിരിക്കും. ഇത് കണ്ടില്ലേ, ഒരു പൊള്ളനായിട്ട് പൊന്തി വന്നതാണ്. ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് ഇത് 3 ഉണ്ടാക്കുക. ഇത് കണ്ട എല്ലാം സോഫ്റ്റായിട്ടാണ് ഇടിയപ്പം. ഇതിലേക്ക് ഏത് കറിയും ഉപയോഗിക്കുക. ചിക്കൻ്റെ കുറുമേ ബീഫോ എന്ത് വേണമെങ്കിലും ഈ 3ൽക്കും ചേരും. ഒക്കെ എല്ലാവരും ഇത് 3 എല്ലാവരും ഉണ്ടാക്കി നോക്കി. ഒരൊറ്റ മാവ് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ ഇനി ബേജാറാവുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.